രണ്ടിനെയും കൂടി ഒന്ന് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു. എന്തോ ഉദ്ദേശിച്ചോണ്ട നിന്റെ പുറപ്പാട്? എന്റെ ഉദ്ദേശം തന്നെ എനിക്കും. ഇവള് നിന്റെ അപ്പച്ചിയുടെ മോളാണെങ്കിൽ എന്റെ അമ്മാവന്റെയും മോളാ. അധികം കളിക്കല്ലേ. വണ്ടിയെന്ന് കൈയെടുത്തിട്ട് മോനെ കൊണ്ട് മാറി നിന്ന് മാറിക്കടാ. ചൂടാവ് എന്റെ മുൻ ശരിക്കും ചൂടാവ്. പാവം. ആ അടുത്ത കാർത്തിക വിളക്കിന് മുമ്പ് നിന്റെ കഥ കഴിയല്ലടാ സുധീഷ്ണ. എന്റെ മോൻ ഒരാഗ്രഹവും ബാക്കി വെക്കരുത്. ചൂടാവ് ചൂടാവണം. വേണ്ട, അടുത്ത കാർത്തികവളക്ക് വരല്ലോ നീ. മേസ്ത്രി അല്ല ശാസ്ത്രി. ശാസ്ത്രി എങ്കിൽ ശാസ്ത്രി. താൻ എന്റെ പിന്നാലെ ഇങ്ങനെ ചൊറിയും കുത്തി നടന്നാ പോരാ. എന്തോ എടോ, തനിക്ക് ഞാനൊരു വലിയ രാഷ്ട്രീയ ഭാവി കാണുന്നു. താൻ എന്നെ പോലെ വെറും ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റായ മാത്രം പോരാ. MLA, മന്ത്രി, അങ്ങനെ തന്നെയും കാത്ത് വലിയൊരു ഭൂവിഭാഗം കാത്തിരിപ്പുണ്ട്. ഉണ്ടോ? ഉണ്ടില്ല, കഞ്ഞിയാ കുടിച്ചത്. എടോ മണ്ടൻ കുണയപ്പി, എനിക്ക് ശേഷം ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആരാ? താനല്ലേ? അതെ. അത് താൻ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? പോരായേ, പിന്നെ അത് ജവഹരേട്ടൻ തീരുമാനിക്കണം. രണ്ടുപേരും കൂടെ രാവിലെ തന്നെ സൊറ പറഞ്ഞു നടന്നോ? സൊറ പറഞ്ഞ് നടക്കല്ലേ തന്നെ. ഞാൻ ഇവരൊരു സ്റ്റഡി ക്ലാസ് കൊടുക്കുകയായിരുന്നു. എന്നെ പോലെ സോഷ്യലിസം പറഞ്ഞ് ഭാവി ജീവിതം ഭാസുരമാക്കട്ടെ. ഭാസുരമാക്കി തന്നെ കൊണ്ടൊരു പുല്ലും നടക്കുകയില്ല. എടോ, ചെമ്പകശ്ശേരി കുട്ടിക്കൃഷ്ണ മേനോൻ കരം മുടിപ്പിച്ചേ അടങ്ങൂ. താൻ അറിഞ്ഞോ? ഇല്ല. അമ്പലക്കുളം പറ്റിച്ച അയാൾ മീൻ പിടിക്കാൻ പോവാ. നന്നായി. കുറെ കാലമായി നല്ല ഫ്രഷ് മീൻ കൂട്ടിയിട്ട്. നീ 5-6 കിലോ വരാലെ, കരിമീൻ, കാരി, കൂരി, മുശി, പഴം വാങ്ങി കൂട്ടിക്കോ. കൂട്ടുന്നവനൊക്കെ കൊടല് പൊടിച്ച് ചാകും. എന്താ മീനിന് എയ്ഡ്സ് ഉണ്ടോ? എടോ, ദേവി കോപിഷ്ടയാ. തന്റെ പഞ്ചായത്ത് കത്തി ചാമ്പലാകണ്ടെങ്കിൽ വാടോ, വന്ന അയാളെ തടയടോ. എന്താ എനിക്ക് പേടിയുണ്ടോ? ഹേയ്, പേടിയൊന്നുമില്ല. അല്ല, താനും കൂടെ പാടോ. ഒരു കൂട്ടിൽ വേണോ പ്രസിഡന്റ്? എന്തൊരു നാശാ ഈ വെള്ളത്തിന്. എങ്ങനെ നാറാതിരിക്കും? എന്റെ അറിവില് 10-20 കൊല്ലം മുമ്പം കണ്ടാ ഇതൊന്ന് വൃത്തിയാക്കിയിരുന്നു. ഈ മീൻ ചത്തു പൊന്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇത് നടക്കാൻ പോണില്ല. ഇപ്പോഴും നടക്കില്ലടോ. സ്വന്തം മോന്റെ കാറ്റ് പോയപ്പോഴെങ്കിലും പഠിക്കണടോ. മനസാക്ഷിയില്ലാത്ത മരങ്ങോടൻ. എന്തുവാടോ ഈ ശരീരത്തിനകത്ത്? ശംഖൂതാൻ വന്നോൻ ശംഖൂതിയാ മതി. കരക്കാരെ ഊതാൻ വന്നാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് കല്ല് കെട്ടി വെള്ളത്തിൽ താത്തും. കുന്നത്തൂർ ഭഗവതിയാണ് സത്യം. എന്റെ വീട്ടുകാരാണേ നാട്ടുകാരാണേ സത്യം. ഈ കുട്ടിക്കൃഷ്ണൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇനിയിട്ട് ചെയ്യത്തുമില്ല. പിന്നെ കണ്ട എംബോക്കിയൊക്കെ വാ പൊളിക്കുന്നുണ്ട് ഓടിപ്പോയി ഒളിച്ചിരിക്കാൻ. കുട്ടിക്കൃഷ്ണൻ കുഴിയാനിയൊന്നല്ല. മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, കുടുംബക്കാർ തമ്മിലുള്ള വാശി തീർക്കാൻ കരക്കാരെ മുടിപ്പിക്കരുത്, ദേവിയെ പ്രകോപിപ്പിക്കരുത്. കുട്ടികൃഷ്ണ മേനോനെ മോട്ടോർ ഓഫ് ആക്ക്. ഇപ്പൊ രക്ഷപ്പെടാം. വാശിപ്പുറത്ത് ചില്ലറ കേസ് ഒച്ചപ്പാടൊക്കെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. വന്ന് കയ്യേറ്റം വരെയായി. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. നിങ്ങളുടെ ആ വെളിച്ചപ്പാടുണ്ടല്ലോ, അയാളെ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇരുതലമുരി നവഗ്രഹപ്പാര. ആ ശകുനിക്കിട്ടൊരു പണി കൊടുക്കണം. നീ നോക്കിക്കോ, ഇതിന്റെ പേരിൽ നിന്റെ അച്ഛനെയും അമ്മാവനെയും അയാൾ ശരിക്ക് വഹിക്കും.
പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെളിച്ചപ്പാട് എന്ത് പറയുന്നു അതാ രണ്ടുപേർക്കും വേദവാക്യം. നിന്റെ അച്ഛനും അമ്മാവനും നാട്ടുകാരെ വിഴുങ്ങുന്നു, വെളിച്ചപ്പാടവരെ മൂടോടെ വിഴുങ്ങുന്നു, അത്രേ ഉള്ളൂ. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ പട്ടി ചതിക്കും. അത് തന്നെ, ഏതന്നെ? അത് തന്നെ. എന്താ വെളിച്ചപ്പാട്? എന്താ പറയാ, 4-ാം ഭാവത്തിൽ 5-ാം ഭാവാധിപൻ മൗഢ്യം പ്രാപിച്ച് ഗുളികനോടുകൂടി മഹാപാതകാധിപനായി നിൽക്കുക. ഭാവാധിപൻ മഹാപാതകത്വം വഹിച്ച് 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കാം. ശക്തമായ ശത്രുദോഷം ഫലം. എന്താ പ്രതിവിധി? കുടുംബക്ഷേത്രത്തിൽ ഒരു ശത്രു സംഹാര പൂജ, മൃത്യുഞ്ജയ ഹോമം, പിന്നെ വിഘ്നേശ്വരന് ഒരു 50 തേങ്ങ കൊണ്ട് കൊടുക്കുക. 50 മതിയോ? അതോ 150 ആയാലോ? ആവാം, ധാരാളം ആവാം. എന്താ തന്നെ? ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. വേഗാവട്ടെ, ശത്രുവിന്റെ ദൃഷ്ടി പതിയുന്നതിന് മുമ്പേ നാളികേരം എറിഞ്ഞുടയ്ക്കണം. ആ, വെള്ളം താടാ മോനെ. ഒന്ന് വേഗം എടുത്തോളൂ. വെള്ളമൊക്കെ പിന്നെ കുടിക്കാന്നേ. 37, 37, 38, 38, 39, 39, 40, 40, 41, 43, 44, വന്നോളൂ വന്നോളൂ. ഇത്തിരി അത് കുഴപ്പമില്ല, വന്നോളൂ. 46, ആ ഭാഗത്ത് എടുത്തോളൂ, ആ ഭാഗം. 48, 49. ശത്രുവിനെ സമകരിക്കാൻ എന്റെ പൊന്നു ഭഗവതി. താളത്തെ കിടത്താനുള്ള ശക്തി തരണേ എന്റെ പൊന്നു ഭഗവതി. അതിന് ബോൺ വിറ്റ കഴിച്ചാ പോരെ പൊന്നു ഭഗവതി. എറി, എറി. കുടുംബകലഹമുണ്ടാക്കുന്ന ചിത്രശക്തികളെ കൊടുക്കുമോനെ. ചിത്രശക്തികളെ തകർക്കണേ എന്റെ പൊന്നു ഭഗവതിയെ. താകിട്ട തകതി പിതാം തകിട്ട തിമി തകത തികിട്ട തകിതാം തകിട്ട തിമി താകിട്ട ജം തരികിട്ട ജം തകതിണതും തകതിണതും തകതിണതും. ആ, ഇനി ശ്രദ്ധിച്ചോളണം. പദവിന്യാസം ആരംഭിക്കാൻ പോയാണ്. മാരുതേ ഭവാൻ എൻ പ്രിയ മനസ്സനെ കാണാറുണ്ടോ? ചെയ്യൂ. 1 2. മാരുതേ ഭവാൻ എൻ പ്രിയ മനസ്സനെ കാണാറുണ്ടോ? നിർത്ത. ഓ, നീ എന്റെ പെങ്ങളായി പോയല്ലോടി കിട്ടുമ്പി. മാറിക്കങ്ങോട്ട് മാറ്. മുഖഭാവം ഭദ്രം, കരാങ്കുലികൾ മ്ലേച്ഛം. ഗുരുമുഖം ശ്രദ്ധിക്കൂ. വലത് കൈയിൽ ഹനുമാൻ മുദ്ര, ഇടത് കൈയിൽ പത്മം. എന്തിനാ ഈ പാടുപെടുന്നത്? ജന്മം കൊണ്ട് തന്നെ ഒരു ഹനുമാനല്ലേ? ആ, ഹനുമാൻ കളിയൊക്കെ തീരാൻ പോവാ. അമ്മായി അറിഞ്ഞില്ലല്ലോ? ദേശീയവും അന്തർദേശീയവുമായ 60-ൽ പരം ചാനലുകളുമായി സൺസാറ്റ് വിഷ്ണു ഇതാ ചെമ്പശ്ശേരിയിലും എത്തുകയായി. പഠിക്കുന്നവർക്ക് UGC, കണ്ടുപിടിക്കുന്നവർക്ക് ഡിസ്കവറി, കുട്ടികൾക്കായി സൂപ്പർമാൻ, സ്പൈഡർമാൻ, ഹനുമാൻ ഇല്ല. വീട്ടമ്മമാർക്കായി പാചകരംഗം, ലോകോത്തര വാർത്തകൾക്കായി BBC, ABC, CBS തുടങ്ങിയവ. മലയാള സിനിമ ഏത് ചാനലാ? DD4, DD5, DD6. എന്തിനാ വെറുതെ മലയാള സിനിമകൾ കണ്ട് ജീവിതം പാഴാക്കുന്നത്? ഹിന്ദി സിനിമകൾ കാണൂ, ഹിന്ദി പഠിക്കൂ, അതിൽ അഭിമാനിക്കൂ. ATN, GTN, KTC ഹിന്ദി പടങ്ങൾ മാത്രം. തമിഴ് സിനിമയോ? സൺ, മൂൺ, സ്റ്റാർ. വിഡ്ഢികൾക്കായി പ്രത്യേക ചാനലുകൾ ഒന്നുമില്ല. എന്നാൽ നൃത്തം തപസ്യയാക്കിയ മൃണാലിനി സാരാഭായ്, പത്മ സുബ്രഹ്മണ്യം, ചിത്ര വിശ്വേശ്വരൻ, ഭാരതി ശിവജി, അമ്പലപ്പുഴ രത്നമ്മ, കൊടുങ്ങല്ലൂർ രാധ, തൃക്കുന്നപ്പുഴ രാധാമണി, ഇവരിൽ ആരാണ് മോശം? അവരുടെ പദവിന്യാസം കണ്ടോളൂ. എന്താടാ പാടിയത്? പൊന്മണി കൊയ്യാൻ പാകടി. ഒന്നുകൂടി കേക്കട്ടെ. പൊന്മണി കൊയ്യാൻ പാകടോ. എന്ത് വേക്കു തടയത്? നിനക്കെന്താടാ ഇവിടെ കാര്യം?
ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കരുതെന്ന് നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ. ഓ ആട്ടൂര് കൂത്തും വേണ്ടോ എന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? 10 ഗുണം 10 ഗുണം. അറിയാ ഒരു ഉഗ്രം കിളി. അവൾ ഇങ്ങോട്ടാ വരുന്നത്. എന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ടാണെന്നാ തോന്നുന്നു. ഭ്രമിച്ചിട്ടല്ല, പേടിച്ചിട്ടായിരിക്കും. അന്ന് ഇവനെ കണ്ടായിരിക്കും. എന്നെയല്ല, ഇവനെ പോടാ. सब कुछ अच्छा लगता है, मंदिर, इधर का लोग, ये जगह, सब कुछ अच्छा लगता अरे है. देखो हिंदी बोली लड़की. नमस्ते बाबूजी. नमस्कार. नमस्ते भैया. नमस्कार. നമസ്കാരം. नमस्कार. आ लड़की बाबूजी का मुंह तो कोप चावल पूछी को है. എന്താ മോളെ കാണിക്കുന്നത്? കൊച്ചു കുട്ടിയല്ലേ, ഇനിയും കാണിച്ചോട്ടെ. തൊട്ടോട്ടെ, ഇനിയും തൊട്ടോട്ടെ. സോറി. ആ പിന്നെ ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസം ഏതാണെന്നറിയാം? കർക്കിടകത്തിലെ കാർത്തികയാണ് സാറേ. ശരി, ഞങ്ങളൊന്ന് തൊഴുതിട്ട് വരാം. ഓ ചലോ. സുധി, ബാബുജി എന്ന് വെച്ച ഗാന്ധിജി എന്നല്ല അർത്ഥം. അതെ, കണ്ടാൽ മുത്തച്ഛന്റെ പ്രായം തോന്നുന്നവരെയും അങ്ങനെ വിളിക്കാം. നിന്നെ ആ പിന്നെ ഒരു മുഴുക്കാപ്പിന്റെ രസീത് കൊടുത്തേര്. അതിനുള്ള ചന്ദനം നിന്റെ മോന്തയിലുണ്ട്. ഏതായി കക്ഷികള്? ആരെങ്കിലും ആവട്ടെ, കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ കല്യാണം ഒന്നും ആലോചിക്കാൻ പോളില്ലല്ലോ. ആലോചിച്ചാലോ എന്നൊരാലോചന ഇപ്പൊ എന്റെ മനസ്സിലുണ്ട്. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയല്ലോ എന്നൊരു സംശയം. വേടി സത്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഗ്രാമത്തിൽ പുതിയതായി ആര് താമസിക്കാൻ വന്നാലും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഓടിയെത്തും. ഈ ശരീരത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ. സേവനം, വെറും സേവനം. ഓ, പിന്നൊരു കാര്യം, ഈ വീട് കിട്ടിയ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് വെച്ചാൽ മതി. അതും 6 മാസത്തേക്കേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും വീട്ടുകാർ അമേരിക്കയിൽ നിന്ന് എത്തും. അതുവരെ ഒരു പേയിങ് ഗസ്റ്റിനെ പോലെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാം. പണം തുച്ഛം, ഗുണം എത്രയോ മെച്ചം. പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, 24 hours വാട്ടർ സപ്ലൈ ആണ്. സന്തോഷമായി പ്രസിഡന്റെ. നാട്ടിൻ പുറങ്ങളിലെ ഈ നന്മകളൊക്കെ കാണൂ. അതെ, നന്മകൾ നിറഞ്ഞ പ്രശാന്ത സുന്ദരമായ പ്രകൃതി രമണീയമായ വർണ്ണശബളമായ എന്റെ ഗ്രാമത്തിലേക്ക് താങ്കൾക്കും മകൾക്കും, മകൾ എവിടെ? മകളുടെ വേലക്കാരന് സ്വാഗതം. No, 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 no. I am not a servant. I am Miles Bhargava, you know. ഇയാൾ എന്ത് ഹിന്ദിയായി പറയുന്നത്? ടെറിബിൾ, വൃത്തിയേട്ടവൻ. സാരമില്ല, തനിക്ക് ഈ ഗ്രാമത്തിലേക്ക് സ്വാഗതം. Thank you. ഞങ്ങൾക്ക് എന്തിനാ ഈ ഗ്രാമത്തിലേക്ക് സ്വാഗതം? ഇന്ന് ആരും അറിയില്ലെങ്കിലും എന്റെ പേര് ഈ ഗ്രാമത്തിൽ തന്നെയാ. വേര് മാത്രമേ ഉള്ളോ? തടി വീരപ്പം വെട്ടിക്കൊണ്ടുപോയോ? നോ നോ നോ, മൈ ഒറിജിൻ. ഓറഞ്ച് അല്ല. തുടരെ തുടരെ എനിക്കുണ്ടായ ദുരന്തങ്ങൾ എല്ലാറ്റിനും പരിഹാരം ഒന്നേ ഉള്ളൂ. കുന്നത്തൂർ ദേവിയെ 41 നാൾ കുളിച്ചു തൊഴുക. നട തുറക്കാറില്ലെങ്കിലും പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദേവിയെ നേരിട്ട് കണ്ടു തൊഴുത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ശേഷം ഇവിടുന്ന് മടങ്ങിയാൽ മതി. എന്താ? Hi, uncle. ഹായ്. I am Deepa. ഞാൻ പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് കുന്നത്തൂർ. പ്ലീസ്. ടെറിബിൾ, കുഞ്ഞുങ്ങളെ പോലെ തന്നെ. ആള് ഭയങ്കര തമാശക്കാരനാണല്ലോ. അങ്കിളുടെ പേരെന്താ? ജവഹർ. സ്വീറ്റ് നെയിം. ഹായ്, എന്ത് ഭംഗി. എന്റെ ജവഹർലാൽ നെഹ്റു എപ്പോഴും ഇങ്ങനെ വേണം വരാൻ. ദീപയ്ക്ക് അതാ ഇഷ്ടം. ദീപ, My God. അതവളല്ലേ, ആ ബോംബെക്കാരി. അധിക ശൃംഗാരൊന്നും വേണ്ട, ഏതോ തട്ടിപ്പ് കേസാ. നിനക്ക് നന്ദിനിയുണ്ട്, ഇവന് സുഭദ്രയുണ്ട്, മറ്റവന് ആരെയും കിട്ടും. ഇവളെ ഞാൻ തൊടാ. അവളെ നീ എടുത്തോ, പക്ഷെ ഏത് ഭാഷയിൽ സംസാരിക്കും? ഇപ്പം മനസ്സിലായോ ഹിന്ദിയുടെ വില? സുഹൃത്തെ, പ്രണയത്തിന് ഹിന്ദി എന്നോ മലയാളമെന്നോ ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ മതി. നിർത്ത്. ഹായ്. നമസ്കാരം. നമസ്കാർ. ആകെ അറിയാവുന്ന ഹിന്ദി പദവും തീർന്നു. ഇനി എന്ത് ചെയ്യും? ക്യാ? ഹേ, ഒന്നുമില്ല. ഒരു ചോദ്യം അറിയാം, ചോദിക്കട്ടെ? അത് വേണോ? തുരാമാനം ക്യാ ഹേ? ദീപ, എന്റെ സുന്ദരിക്കുട്ടി, എന്റെ മനസ്സിലിപ്പ് നിന്നോട് എങ്ങനെ ഞാൻ തുറന്നു പറയും? എടാ ശ്രുതി, എന്നെ ഒന്ന് സഹായിക്കടാ. പഠിക്കാൻ വിട്ട കാലത്ത് മാങ്ങാണ്ടി കളിച്ചു കിടന്നപ്പോ ആലോചിക്കണമായിരുന്നു. നിനക്കൊക്കെ ഹിന്ദി പുച്ഛമല്ലേ? ഇവളോട് കൈക്കരേ കാണിച്ചാ മതി. ഹായ്, ക്യാ ചാഹിയേ തുംകോ? രക്ഷപ്പെട്ടു, മലയാളിയാണല്ലേ? ചേട്ടന് പോവാ. ഈ ചേട്ടനും പോവാ. ഈ ചേട്ടനും പോവാ. ഈ
ചേട്ടനും പോവാ. എന്നെ ഇഷ്ടമായോ? ഇഷ്ടമായോന്നു ആദ്യത്തെ കാഴ്ച തന്നെ ഇഷ്ടമായി സുഹൃത്തെ, അല്ല പെൺ സുഹൃത്തെ. സത്യമാണോ ചേട്ടാ? സത്യമായിട്ടും ഇഷ്ടമായോ? പിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ? എങ്കിൽ എനിക്കൊരു ടെമ്പററി കണക്ഷൻ ശരിയാക്കി തരുമോ പ്ലീസ്? എന്തിനാ ടെമ്പററി ആക്കുന്നത്? സ്ഥിരമായിട്ടൊരു കണക്ഷൻ കൊടുക്കാം അല്ലേ ഉത്തമ? ശരിയാ, സ്ഥിരമാവുമ്പോൾ എപ്പോഴും എപ്പോഴും കണ്ടോണ്ടിരിക്കാമല്ലോ. എങ്കിൽ അങ്ങനെ ആവട്ടെ. ആ എല്ലാരും പോ. ദേ ഇങ്ങനെ വെച്ചേ.